എല്ലാവരും അവരുടെ പാപസങ്കീർത്തനം നടത്തുന്നു. ഇവിടെ ചെറിയൊരു മരത്തിൻ്റെ കീഴിൽ എല്ലാവരും വരിയായി നിന്ന് പുംസരിച്ച് തിരിച്ചു വരും. പ്രധാനമായിട്ട് ഇന്നിപ്പോൾ നടക്കുന്നത് ഒരു 8-9 മാസമായിട്ട് ഇവിടെ നല്ലൊരു മഴ പെയ്തിട്ട്, അപ്പോൾ മഴ പെയ്തില്ലെങ്കിൽ ജലസേചന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൃഷി ഉണ്ടാവില്ല. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ ഉള്ളത്. എന്തെങ്കിലുമൊക്കെ കിട്ടിയാലല്ലേ കഴിക്കാനും ഉണ്ടാവുള്ളൂ. പട്ടിണി തുടങ്ങി എന്നുള്ളതാണ് സത്യം. വെള്ളത്തിനും ഭക്ഷണത്തിനും ഒക്കെ ദാരിദ്ര്യം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മഴ കിട്ടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ഒരുമിച്ച് അച്ഛനെ വിളിച്ച് വികാരിച്ചനെ വിളിച്ച് കൂടെ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഈ സമൂഹം ഇന്ന് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. ഉള്ളലിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട്. ബലിയർപ്പണത്തിൻ്റെ വേദി ഒന്ന് നിങ്ങൾ നോക്കിയേ, ഇതിൽ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കൊന്നുമില്ല. തമ്പുരാനോട് പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മേശയിൽ അവർ വൃത്തിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. കൊയറൊക്കെ പാട്ടുകാരെല്ലാവരും ഒരുമിച്ച് പാട്ട് പാടി, കൊച്ചുകുട്ടികളും ആടുമാടുകളും എല്ലാവരും കൂടി ഒരുമിച്ച്, ഈ വീട്ടിലുള്ള എല്ലാവരും, ഈ സർവ്വസമൂഹം ഒരുമിച്ച്, സർവ്വ സൃഷ്ടിജാലങ്ങൾ ഒരുമിച്ച് തമ്പുരാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ എങ്ങനെയായാലും അനുഗ്രഹിക്കും, നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. ആ